ഉയർന്നു ചാടുവാനുള്ള കഴിവ് മാത്രം പോരാ ഹൈ ജമ്പ് മത്സരങ്ങളിൽ വിജയിക്കുവാൻ. പിന്നെയോ താഴേക്ക് പതിക്കുന്ന സമയം പരിക്കുകളില്ലാതെ ബാലൻസ് ചെയ്ത് നിൽക്കുവാനുള്ള പരിശീലനം കൂടി നേടേണ്ടതുണ്ട്. ഇത് നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രം സ്വായത്തമാക്കാൻ കഴിയുന്ന കാര്യമാണ്. വേണ്ട മാറ്റങ്ങൾ വേണ്ടിടത്ത് വരുത്തി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട ആളുകൾക്ക് കിട്ടും. ഹായ്, എല്ലാവർക്കും എൽസ് ടോക്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഏതു കഴിവും നേടുവാൻ പ്രാപ്തനാണ്. അതേസമയം എല്ലാ കഴിവും തനിക്ക് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആണെങ്കിലോ, ആ ആളുകളുടെ കൂടെ അല്പസമയം വിനിയോഗിക്കേണ്ടി വരികയോ ആ ആളുകളുടെ കൂടെ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരികയോ ഒക്കെ ചെയ്യുമ്പോൾ കൂടെയുള്ള ആളുകളുടെ കാര്യം കട്ടപ്പുകയായിരിക്കും. വല്ലാത്ത അസ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷമായിരിക്കാം. ഇത്തരം വ്യക്തിത്വങ്ങൾ ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരിയായി വന്നു എന്ന് കരുതുക. ആ സ്ഥാപനത്തിലെ മറ്റ് സഹജീവികളുടെ അവസ്ഥ വല്ലാത്ത ദുരവസ്ഥ തന്നെയായിരിക്കും. ഐ ആം ഓക്കെ, എനിക്ക് മാത്രമാണ് കാര്യങ്ങൾ അറിയാവുന്നത്, നിങ്ങൾക്ക് എന്തറിയാം, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മാത്രം മതി, ഇപ്രകാരം അങ്ങ് ചെയ്തുള്ളൂ എന്ന് കൽപ്പിക്കുന്ന ഒരു മേധാവി തങ്ങളുടെ സർവീസ് കാലഘട്ടത്തിലെ എക്സ്പീരിയൻസ് കൊണ്ട് സാർ അങ്ങനെയല്ല, അതിന് ഇങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട്, പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റികളുണ്ട് എന്ന് തിരുത്തി പറയാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, സഹപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കർക്കശമായി നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ശഠിക്കുന്ന മേലധികാരി ആ സ്ഥാപനത്തിന് ഒരു ദുരന്ത കഥാപാത്രം തന്നെയാണ്. അതേസമയം ചില ആളുകളുണ്ട്, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് പറയാം, നിങ്ങളത് ചെയ്താലേ ശരിയാവൂ. ഇത്തരം ആളുകളും ഒരു സ്ഥാപനത്തിൻ്റെ അധികാരിയായി വന്നാൽ ആ സ്ഥാപനത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണമായി തീരാം. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ വിമുഖരായ ഇത്തരം ആളുകൾ അത്തരം അവസ്ഥകളിൽ നിന്ന് മാറി ഒരു എസ്കേപ്പിസം ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങളത് ചെയ്തോളൂ, നിങ്ങൾ ചെയ്താലേ ശരിയാവുള്ളൂ, എനിക്കത് അറിയില്ല, ഞാനത് ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തന്ത്രപരമായി ഒഴിയുന്ന ഒരു പ്രത്യേക പരിപാടി, കലാപരിപാടി. ഇത്തരം ആളുകളും ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരി എന്നുള്ളത് മാത്രമല്ല, ഇത്തരം ആളുകൾ ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനായി നിന്നാലോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ രംഗമായിട്ട് നിൽക്കുന്ന ആളുകളോ ഒക്കെ ഒരു കുടുംബത്തിൻ്റെ രക്ഷാകർതൃ സ്ഥാനം അലങ്കരിക്കുന്ന ഒരാളായാൽ പോലും ഇത്തരം ആളുകളും വളരെ ദുഃഖകരമായ പശ്ചാത്തലം ഒരുക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഇനി ചില ആളുകൾ പറയാറുണ്ട്, ഞാനും ശരിയല്ല, നീയും ശരിയല്ല, ഈ ലോകമേ ശരിയല്ല, ഇവിടുത്തെ വ്യവസ്ഥിതി ശരിയല്ല. ഇത്തരം ആളുകൾ ഈ സ്ഥാപനം ശരിയാവില്ല, രക്ഷപ്പെടില്ല. ഇത്തരം ആളുകളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ശരിയല്ല, വ്യവസ്ഥിതി ശരിയല്ല, പരിതസ്ഥിതി ഒട്ടുമേ ശരിയല്ല, സത്യസന്ധമായി പറഞ്ഞാൽ അവരുടെ മനസ്ഥിതിയല്ലേ ശരിയല്ലാത്തത്. ഇത്തരം ആളുകളും പല സ്ഥാപനത്തിൻ്റെയും ദുരന്തപൂർണമായ ചരിത്രം രചിക്കാനിടയാക്കാറുണ്ട്. ഈ വ്യവസ്ഥിതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെ ചുറ്റുമുള്ള ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ചുറ്റുമുള്ള സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യേണ്ട സമയത്ത് ഉത്തരവാദിത്തപരമായി ചെയ്യാൻ തയ്യാറാവാതെ സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്കും വലിയ ദുരന്തങ്ങളിലേക്കും എത്തുന്ന ധാരാളം കഥകൾ നമ്മൾ കാണാറുണ്ട്. തങ്ങളുടെ രാഷ്ട്രീയമായ അല്ലെങ്കിൽ സംഘടനാപരമായ പിൻബലത്തോടെ ഇത്തരം ചില ആളുകൾ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള തെറ്റായ ചില നീക്കങ്ങളിലൂടെ ആ സ്ഥാനത്ത് തുടരുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ചുറ്റുമുള്ള ആളുകൾ നിസ്സഹായരായി പോകുന്ന അവസ്ഥ. സത്യത്തിൽ എന്താണ് വേണ്ടത്? ശരിക്കും ചുറ്റുമുള്ള ലോകത്തിൻ്റെ മാറ്റങ്ങളും മത്സരങ്ങളുമൊക്കെ കാണുവാൻ കഴിയണം. കണ്ടതും കൊണ്ട് മാത്രമായില്ല, കണ്ടെത്തുന്ന കാര്യങ്ങളിൽ നിന്ന് നിജസ്ഥിതി മനസ്സിലാക്കാനും
വസ്തുതകൾ മനസ്സിലാക്കാനും മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനും ആ മാറ്റങ്ങൾക്കനുസൃതമായ മാറ്റങ്ങൾ വരുത്തി ചുറ്റുമുള്ള ലോകത്തിൻ്റെ മത്സരങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ, മുന്നൊരുക്കങ്ങളും അതിനുവേണ്ട നടപടികളും ഭംഗിയായി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നടത്തിയെടുക്കാൻ കഴിയണം. ചുറ്റുമുള്ള ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അതിൽ നിന്നുള്ള കാര്യകാരണങ്ങളെ ശരിയായ തരത്തിൽ വിലയിരുത്തി പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ സ്ഥാപനത്തെയും തൻ്റെ പ്രസ്ഥാനത്തെയും തൻ്റെ ഉത്തരവാദിത്തങ്ങളെയും ഒക്കെ ഭംഗിയായി നിറവേറ്റുവാൻ ഒരു ടീം വർക്കിലൂടെ ഇത്തരം ആളുകൾക്ക് കഴിയുന്നുണ്ടാവും. താൻ പറയുന്നതിലും ശരിയുണ്ട്, ചുറ്റുമുള്ള ആളുകൾ പറയുന്നതിലും ശരിയുണ്ട്, എൻ്റെ ശരിയിലും മറ്റുള്ളവരുടെ ശരിയിൽ നിന്നും ശരിയെ കണ്ടെത്തുവാൻ ഇത്തരം ആളുകൾ തീർച്ചയായും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവും. ഇത്തരം കഥാപാത്രങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം വ്യക്തിത്വങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉത്തരോത്തരം വളരുന്നതും മാതൃകാപരമായ നേതൃത്വപരമായ പങ്കിലൂടെ ആ സ്ഥാപനം മറ്റുള്ളവർക്കൊക്കെയും ഉദാഹരണമായി മാറുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ഉദാഹരണങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളെയാണ് ഈ നാടിനാവശ്യം, സ്ഥാപനങ്ങൾക്കാവശ്യം. അത് കുടുംബത്തിലായാലും അച്ഛൻ്റെ സ്ഥാനമായാലും അമ്മയുടെ സ്ഥാനമായാലും മക്കളായാലും സഹോദരങ്ങളായാലും എൻ്റെ ശരി, നിൻ്റെ ശരി, ശരിയായ ശരി എന്നൊരു ശരിയുണ്ട് എന്ന് ഒരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തി എത്തുമ്പോൾ ഒരു തിളക്കമുള്ള വ്യക്തിത്വത്തിനുടമയായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശരിയായ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുന്ന ആളുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് ഉത്സാഹമുണ്ടാവും, ഉന്മേഷമുണ്ടാവും, ചുറുചുറുക്കുണ്ടാവും, സത്യസന്ധതയും ആത്മാർത്ഥതയും സമർപ്പണ ബുദ്ധിയും ഉണ്ടാവും. അങ്ങനെ ഒത്തൊരുമിച്ചുള്ള ആ ഒരുമയും അതിൻ്റെ പെരുമയും അതിൻ്റെ അഭിമാനവും ഒക്കെ സ്ഥാപനത്തെയും ചുറ്റുമുള്ള ലോകത്തെയും വളർത്തുവാനും പരിപാലിക്കപ്പെടുവാനും മികച്ച നേട്ടങ്ങളിലേക്ക് എത്തുവാനുമൊക്കെ ഇടയാക്കും. അങ്ങനെയുള്ള കഥകൾ ധാരാളം കേൾക്കുവാൻ ഇടയാവട്ടെ. മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, രാധാകൃഷ്ണൻ. ബി ബെറ്റർ എവരി ഡേ.